എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ഡി കെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC ആവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് ശാലകൾ അഥവാ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ചില കുട്ടികൾ കോഡിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ നല്ലത്. കോഡില്ലാതെ പഠിക്കാൻ പറ്റുന്നത് വളരെ നല്ലതാണ്. നല്ല മിടുക്കരായ കുട്ടികളാണവർ. എന്നാൽ ഞാൻ പഠിപ്പിച്ച് ജോലി നേടിയ പല കുട്ടികളും എന്നെ കാണുമ്പോൾ ഇപ്പോഴും പറയാറുണ്ട്, സാറ് പഠിപ്പിച്ച കോഡുകൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ കോഡ് ആവശ്യമുള്ള കുട്ടികളുണ്ട്, അവരത് ഉപയോഗിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജർമ്മനിയുടെ സഹായത്തോടെ 1959 നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. റൂർക്കേല ഒഡീഷയിലാണ് റൂർക്കേല എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ ഈ 1959 ജർമ്മൻ സഹായത്തോടെ സ്ഥാപിതമായ റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. 1956, 61 കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഒരു കാലത്തും മറക്കാൻ പാടില്ല. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യയുടെ വളർച്ചയുടെ ക്ഷേത്രങ്ങളായി നമ്മുടെ ബഹുമാനായ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളിൽ ഒരെണ്ണമാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്? ജർമ്മനി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജർമ്മനിയുടെ സഹായത്തോടെയാണ് നമ്മൾ 1959 റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? ഇനി കോഡ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. RR കലയെ GR മണി സ്റ്റീൽ മാല ചാർത്തി. ഇതാണ് നമ്മുടെ കോഡ്. RR കലയെ GR മണി സ്റ്റീൽ മാല ചാർത്തി. RR കല എന്ന് പറഞ്ഞാൽ റൂർക്കേലയുടെ കോഡാണ് RR കല. GR മണി എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഈ അങ്ങ് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? GR മണി. GR മണിയാണ് ജർമ്മനി. അപ്പോൾ RR കലയെ GR മണി സ്റ്റീൽ മാല ചാർത്തി. ഈ കോഡ് പഠിച്ചു വെച്ചോ. ഒരു കാലത്ത് നിങ്ങൾ എന്ത് മറന്നുപോകില്ല. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് GR മണി അഥവാ ജർമ്മനിയുടെ സഹായത്തോടെയാണെന്ന കാര്യം മറക്കില്ല. അടുത്തത്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ച വർഷം 1959. 1959 വർഷം മറന്നു പോകാതിരിക്കാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. 1959 നമ്മുടെ കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം 1959. EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം 1959. ഓക്കെ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ സംസ്ഥാനത്താണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് ഒരു കോഡിലൂടെ പഠിക്കാം. ഒഡീഷ ഇങ്ങനെ എഴുതുന്ന ഒഡീഷ. നമ്മളിതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓ ദിശ. നമ്മൾ ഒഡീഷയ്ക്ക് കൊടുക്കുന്ന കോഡാണ് ഓ ദിശ. മറക്കരുത്, ഒഡീഷയുടെ കോഡാണ് ഓ ദിശ. ഇനി ഇതാണ് പഠിക്കേണ്ടത്. RR കല നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. RR കല റൂർക്കേലയുടെ കോഡാണ് RR കല. ദിശയുടെ പുത്രികല എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരു കാലത്ത് എന്ത് മറക്കില്ല, ഒഡീഷയിലാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എന്ന് മറക്കില്ല. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1959 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സ്റ്റീൽ പ്ലാന്റാണ് ഭിലായി സ്റ്റീൽ പ്ലാന്റ്. റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്റ്റീൽ പ്ലാന്റാണ് ഭിലായി സ്റ്റീൽ പ്ലാന്റ്. ഛത്തീസ്ഗഡ്. ഇതാണ് കോഡ്. സിജിക്ക് ഫീലായി. സിജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. ഛത്തീസ്ഗഡിൻ്റെ കോഡാണ് സിജി. ഛത്തീസ്ഗഡിൻ്റെ കോഡാണ് സിജി. സിജിക്ക് ഫീലായി.
ഫിലായ് സ്റ്റീൽ പ്ലാന്റ്. സിജിക്ക് ഫിലായ് എന്ന് പഠിച്ചോളൂ. ഫിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണെന്ന് പിന്നെ മറക്കില്ല. എങ്ങനെ പഠിക്കണം? സിജിക്ക് ഫിലായ്. സിജി എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. നമ്മുടെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1964 റഷ്യയുടെ പങ്കാളിത്തത്തോടുകൂടി നാം സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ഇത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. വലിയ പ്രശസ്തമായ സ്റ്റീൽ പ്ലാന്റാണ് വിശാഖ് എന്നറിയപ്പെടുന്ന വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് അഥവാ RINL എന്നും വിസാഖ് എന്നും അറിയപ്പെടുന്ന റഷ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ സ്ഥാപിച്ച സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ഏതെന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് എന്നും വിസാഖ് എന്നും അറിയപ്പെടുന്ന സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിതമായ സ്റ്റീൽ പ്ലാന്റുകൾ ഏതെല്ലാം? 1 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡ്, 2 ഫിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ്, 3 വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്. നമ്മുടെ PSC പല രീതിയിലും തിരിച്ചും മറിച്ചും നിരന്തരമായി ചോദിക്കുകയും അതിൻ്റെ ഫലമായി പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നതുമായ ഒരു ഉത്തരത്തെ ഒരു കാരണവശാലും തെറ്റാതിരിക്കാനുള്ള ഒരു കോഡ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത് കണ്ടോളൂ. റസ് ഇന്ദുവിന് സ്റ്റീൽ ബൊക്കെ നൽകിയത് വിശാഖിന് ഫീലായി. റസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കോഡാണ് റസ്. മറക്കണ്ട, റസ്. ഇന്ദുവിന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോഡാണ് ഇന്ദു. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ബൊക്കെ എന്ന് പറഞ്ഞാൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡ്. വിശാഖിൻ എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്. ഫിലായി എന്ന് പറഞ്ഞാൽ ഫിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ്. ഈ കോഡൊന്ന് പഠിച്ചു വെച്ചാൽ ഏത് വഴിയിലൂടെ എങ്ങനെ ചോദിച്ചാലും റഷ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റുകൾ നിങ്ങളെ വിട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം. അത് ആവർത്തിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ധാതു എന്ന് പറഞ്ഞാൽ മിനറൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് പഠിക്കുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഫോർ മിനറൽ. ബ്രിട്ടൻ്റെ UK-യുടെ സഹകരണത്തോടെ സ്ഥാപിതമായ ഉരുക്ക് നിർമ്മാണശാല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ. ദുർഗാപൂരിൽ പശ്ചിമ ബംഗാളിൽ സ്ഥാപിതമായ സ്റ്റീൽ പ്ലാന്റാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. അത് നമ്മുടെ ബ്രിട്ടൻ്റെ അഥവാ UK-യുടെ സഹകരണത്തോടെ സ്ഥാപിതമായതാണ്. ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കോഡ് അവതരിപ്പിക്കുകയാണ്. കണ്ടോളൂ. നമ്മുടെ ബീരാൻ്റെ സ്റ്റീൽ കട ദുർഗാപൂര. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കോഡ്. ബീരാൻ്റെ സ്റ്റീൽ കട ദുർഗാപൂര. ബീരാൻ എങ്ങനെ വന്നെന്ന് കാണിക്കാം. നമ്മൾ ഈ ബ്രിട്ടൻ്റെ T അങ്ങ് കളഞ്ഞിട്ട് ഈ I എടുത്ത് ഇപ്പുറത്തിടുന്നു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ബീരാൻ എന്നൊരു കോഡ് കിട്ടി. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടന് നമ്മൾ കൊടുക്കുന്ന കോഡാണ് ബിരാൻ. നമ്മുടെ ബിരാൻ്റെ സ്റ്റീൽ കട ദുർഗാപൂര. സ്റ്റീൽ കട എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡാണ് സ്റ്റീൽ കട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുർഗാപൂര. ഈ കോഡ് പഠിച്ചോളൂ. ഒരു കാരണവശാലും ഇത് നമ്മുടെ കയ്യിൽ പോകത്തില്ല. ഏത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് നമ്മുടെ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂർ, ജാർഖണ്ഡ്. 1907. ഇപ്പം നമ്മുടെ ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. അത് ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മുടെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്ഥാപിതമായത്.
1907 1907 ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വർഷമാണ് 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ട് സ്പ്ലിറ്റ് ഉണ്ടായ സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന 1907 മിതവാദികൾ തീവ്രവാദികളെന്ന സ്പ്ലിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ വർഷമാണ് 1907. അപ്പോൾ ഇത് മറക്കണ്ട. ആ കൊല്ലമാണ് എന്ത് സംഭവിച്ചത്? ടാറ്റ നമുക്ക് ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനം സ്ഥാപിച്ചത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ, ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ജംഷഡ്പൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് നദിയുടെ തീരത്താണ്? സുബർണരേഖ നദിയുടെ തീരത്താണ്. സുബർണരേഖ നദിയുടെ തീരത്താണ് ഈ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ ഇപ്പോഴും നിലനിൽക്കുന്ന സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. ജംഷഡ്പൂർ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ നഗരമാണ് നമ്മുടെ രാജ്യത്തെ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. സുവർണരേഖ തീരത്ത് ജംഷഡ് ടാറ്റ സ്റ്റീൽ സിറ്റി. ഇതാണ് ബൈഹേർട്ട് ചെയ്യേണ്ട കോഡ്. സുവർണരേഖ തീരത്ത് ജംഷഡ് ടാറ്റ സ്റ്റീൽ സിറ്റി. സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ജംഷഡ്പൂർ സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോ ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ നദിയുടെ തീരത്താണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. നമ്മൾ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ കണ്ടു, അത് സ്വകാര്യ മേഖലയിലാണ്, 1907. ഈ ചോദ്യം പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇസ്കോയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ബംഗാൾ. 1870 ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിതമായതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. മറക്കരുത്, അതിൻ്റെ പേര് ഇസ്കോ എന്നാണ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഞാൻ ഈ ഐ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് ഒന്നായിട്ടും നിങ്ങൾ വായിക്കണം. ഈ ഐ എന്തായിട്ട് വായിക്കണം? ഒന്നായിട്ട് വായിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് ശാല ഇസ്കോ, ബംഗാൾ, 1870. ഇത് ഒന്നാണ്, ഫസ്റ്റിൻ്റെ ഒന്നാണ് ഇസ്കോ. ഓക്കെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി നൽകിയ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകൾ. ഇതൊരു ആവർത്തിച്ച ചോദ്യമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി നൽകിയ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകൾ. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഒഡീഷ; ഭിലായി സ്റ്റീൽ പ്ലാന്റ്, ഛത്തീസ്ഗഡ്; ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, ബംഗാൾ. ഇതിൻ്റെ എല്ലാം ശരിക്കുമുള്ള പേരെന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. ഇനി നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി കല, ഭില, ദുർഗ ഇതെല്ലാം എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. 56 1956 to 61 എന്ന് പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 സ്റ്റീൽ പ്ലാന്റുകൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായത്. കല, ഭില, ദുർഗ. രണ്ടാം പദ്ധതി കാലത്ത് കല, ഭില, ദുർഗ. ഓക്കെ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഭദ്രാവതി, കർണാടക. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ സ്ഥാപിതമായിട്ടുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്, ഭദ്രാവതി എന്ന് പറയുന്ന സ്ഥലമാണ്. ഭദ്ര നദിയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത്. അത് വിശ്വേശ്വരയ്യയുടെ പേരിലുള്ളതാണ്. വിശ്വേശ്വരയ്യയെ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സിവിൽ എഞ്ചിനീയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. അന്നാണ് നമ്മുടെ രാജ്യം എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.